നോക്കുമ്പോൾ വഴിയിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പറയപ്പെടുന്നത് ബാങ്കിന്റെ സെക്യൂരിറ്റി അതിശക്തമാണെന്നാണ്. ഫാന്റം തീഫ് ഗാഡ്ജറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുന്നിൽ കണ്ട ലോക്കിനെ പോലും വളരെ എളുപ്പത്തിൽ ലോക്ക് ഫ്ലിക്കർ ഉപയോഗിച്ച് തുറന്നു. അകത്ത് കടന്നതും കാണുന്നത് 4 വശത്തും ലേസറാണ്. ഇയാൾ മോഷണം നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇയാളെക്കാൾ കേമനായ കള്ളൻ ലോകത്ത് കാണുകയില്ല എന്നാണ്. ഇത്രയും രാത്രി ഇതാരായിരിക്കും? പ്രയോറിറ്റി എ സീരിയസ് ആയ ഒരു കേസാണെന്നാ തോന്നുന്നത്. ഡിറ്റക്റ്റീവ് മെഹുൽ, താങ്കൾക്കൊരു പ്രധാനപ്പെട്ട കേസാണ് തരാൻ പോകുന്നത്. പ്രയോറിറ്റി എ. ഫാന്റം തീഫ് ഒരു അപകടകാരിയും ഹൈടെക്കുമായൊരു കള്ളനാണ്. വലിയ വലിയ മോഷണങ്ങൾ വരെ നടപ്പിലാക്കാറുണ്ട്. വളരെ ചെറിയ തെളിവുകളെ അവശേഷിപ്പിക്കാറുള്ളതാനും. കള്ളന്റെ ഏറ്റവും അടുത്ത ടാർഗറ്റ് ഗ്രാൻഡ് ബാങ്ക് ആയിരുന്നു. അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഒരു ആർട്ടിഫാക്റ്റ് മോഷണം പോയിരിക്കുകയാണ്. താങ്കളുടെ മിഷൻ ഫാന്റം തീഫിനെ പിടിക്കലും മോഷണം പോയ ആർട്ടിഫാക്റ്റ് തിരിച്ചു കൊണ്ടുവരൽ എന്നിവയാണ്. ഈ ലെറ്ററിനോടൊപ്പം തീഫിന്റെ റീസെന്റ് ആക്ടിവിറ്റീസും സസ്പെക്ട്സും ക്ലൂവും കൊടുത്തിട്ടുണ്ട്. ഫാന്റം തീഫ് തന്റെ കണ്ണിലെങ്ങും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളെന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്നുള്ള പുതിയ ചലഞ്ചാണ്. ഈ ഫാന്റം തീഫ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ജോലി തുടങ്ങുവാനുള്ള സമയമായി. ആലിയ, ആദി, വേഗം ഓഫീസിലേക്ക് വരൂ. നമ്മുടെ കയ്യിൽ പുതിയൊരു കേസ് വന്നിരിക്കുകയാണ്. പ്രയോറിറ്റി എ. ഫാന്റം തീഫിനെ പിടിക്കേണ്ടതുണ്ട്. പേര് നല്ല ക്ലാസ് ആയിട്ടുണ്ടല്ലോ. ഞങ്ങളും വരുന്നുണ്ട് സർ. സർ, ഈ കേസ് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. എന്താണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? ഫാന്റം തീഫിനെ കുറിച്ച് കൂടുതൽ പറയൂ സർ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കള്ളനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അയാളുടെ ഒരു ഫോട്ടോയുമില്ല. ഡിറ്റക്റ്റീവ് സൊസൈറ്റി ഒരു നിഴലാണ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഈ നിഴൽ ആ കള്ളന്റേതാണെന്നാണ്. ഓരോ മോഷണത്തിന് ശേഷവും അയാൾ ഒരു അടയാളം അവിടെ ഇടും. ഇതെല്ലാം മോഷണം പോയ സ്ഥലങ്ങളുടെ ലിസ്റ്റാണ്. വളരെ ശ്രദ്ധിച്ച് ഇവിടങ്ങളിലെ CCTV ഫൂട്ടേജസ് പരിശോധിക്കുക. സർ, ഈ ലൊക്കേഷനിലെ ഫൂട്ടേജുകളിലൊന്നും കള്ളനെ കാണുന്നില്ല. ഇത് കണ്ടാൽ തോന്നുക അവിടെ മോഷണമേ നടന്നിട്ടില്ല എന്നാണ്. എല്ലാം നോക്കൂ, വളരെ ശാന്തമാണ്. 2 മണിക്കുള്ള ഈ ഫൂട്ടേജ് നോക്കിയേ. ഇത് 5 മണിക്കുള്ളത്. 3 മണിക്ക് മോഷണം നടന്നു. അപ്പോഴും നോക്കിയേ, ഇവിടെ ആരും വന്നിട്ടില്ല. 1 മിനിറ്റ്, അത് ഇവിടെ പോസ്റ്റ് ചെയ്യ്. ആദ്യം മുതൽ പ്ലേ ചെയ്യുക. ലോജിക്കൽ ആർമി, മെഹുൽ എന്തുകൊണ്ടാണ് ഫൂട്ടേജസ് വീണ്ടും പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ചിന്തിക്കൂ. രണ്ട് ഫൂട്ടേജുകളും ഒരേ സമയത്തുള്ളതാണ്. ഒന്നിൽ ഫ്ലാഗ് അനങ്ങുന്നുണ്ട്, എന്നാൽ ഇതിലില്ല. അതിനർത്ഥം തീർച്ചയായും ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? ഇതിലെന്തോ വലിയ കുഴപ്പമുണ്ടല്ലോ. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ അതെങ്ങനെ സംഭവിച്ചുവെന്ന്? ഫാന്റം തീഫ് ആദ്യം ആ ലൊക്കേഷന്റെ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് CCTV ക്യാമറയുടെ മുന്നിൽ വയ്ക്കുന്നു. അതുകൊണ്ടാണ് മുന്നിലെ ക്യാമറയിൽ ഒന്നും വരാത്തതും. മോഷണം കഴിഞ്ഞാൽ അയാൾ അതിനെ എടുത്തു മാറ്റുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ആയിട്ടും ഫാന്റം തീഫിനെ ആർക്കും പിടിക്കുവാനും സാധിക്കാത്തത്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആദ്യം ഇതെല്ലാം മോഷണം നടന്ന ലൊക്കേഷന്റെ ലിസ്റ്റാണ്. നന്നായി ഇവിടങ്ങളിലെ CCTV ഫൂട്ടേജസ് പരിശോധിക്കുക. നമുക്ക് ഈ ഫൂട്ടേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ? ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. ഇത് നോക്കൂ, എല്ലാ ലൊക്കേഷനും സ്ട്രാറ്റജിക് ആണ്. ഓരോ ലൊക്കേഷനും കൃത്യമായൊരു അകലത്തിലാണ്. പക്ഷെ നമുക്ക് എക്സാക്ട് പാറ്റേൺ മനസ്സിലാക്കേണ്ടതുണ്ട്. വേറെ ആരെങ്കിലും ഈ പാറ്റേണിനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഡിറ്റക്റ്റീവ് മെഹുലും ടീമും പാറ്റേണിനെ ഡീകോഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് ഈ ക്ലൂ കണ്ടിട്ട് ഇതെന്തു പാറ്റേൺ ആണെന്ന് പറയുവാൻ സാധിക്കുമോ? ചിന്തിക്കൂ. നോക്കൂ, ഈ ലൊക്കേഷനിൽ ഒരു പാറ്റേൺ ഉണ്ടാവുകയാണ്. ഈ മോഷണങ്ങളെല്ലാം ഒരു ഹെക്സഗോണിന്റെ ഷേപ്പിലാണ്. ഹെക്സഗോൺ പൂർത്തിയാക്കുവാൻ ഇനി 2 മോഷണങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത മോഷണത്തിന് മുൻപ് അയാളെ പിടികൂടണം. ഭൂൽഫുലയ സയന്റിസ്റ്റിന്റെ സഹായം വേണം നമുക്ക്. ഭൂൽഫുലയ സയന്റിസ്റ്റ് തന്റെ ലാബ് വരെ എത്തിച്ചേരുവാനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ഇതിലേത് വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുക എന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോകുന്നത്. ദാ ഇങ്ങനെ. ഡിറ്റക്റ്റീവ് ടീം ആ വഴിയിലൂടെ ലാബിലേക്ക് പോകുന്നു. ഭൂൽഫുലയ സയന്റിസ്റ്റ്, ഞങ്ങൾക്ക് ഫാന്റം തീഫിനെ പിടിക്കാൻ പറ്റിയ കുറച്ച് സ്പെഷ്യൽ ഗാഡ്ജറ്റുകൾ വേണം. ഡിറ്റക്റ്റീവ് മെഹുൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് നല്ല ഗാഡ്ജറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ കള്ളന്റെ സൂത്രങ്ങൾക്ക് തിരിച്ചടി നൽകാൻ പറ്റുന്നതാണ്.
ഇതൊരു ആന്റി ലേസർ ഓർ പോയിസണസ് ഗ്യാസ് സ്യൂട്ടാണ്. ഇതണിഞ്ഞ് നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ കിരണങ്ങളെ മുറിച്ചു കടക്കുവാനും വിഷവാതകങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും സാധിക്കും. ഇത് അഡ്വാൻസ്ഡ് ഹോളോഗ്രാഫിക് പ്രൊജക്ടറാണ്. ഇതിൽ നിന്ന് ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന മൾട്ടിപ്പിൾ ഹോളോഗ്രാഫ് ഉണ്ടാക്കുവാൻ സാധിക്കും. ഹോളോഗ്രാമിന് അനങ്ങുവാനും പ്രതികരിക്കുവാനും സാധിക്കുകയും ചെയ്യും. കണ്ടാൽ ഇത് യഥാർത്ഥമാണെന്ന് തോന്നും. ഇത് കണ്ടാൽ തോന്നുക ഇത്രയും ആൾക്കാർ തന്നെ തടയുവാനായി നിൽക്കുകയെന്നാണ്. അതോടെ അയാൾ പേടിച്ചു പോകും. ഇത് സോണിക് ബാരിയർ ഡിവൈസ് ആണ്. ഇത് സൗണ്ട് വേവ് കൊണ്ട് ബാരിയർ ഉണ്ടാക്കും. അതിനെ മറികടക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ആകെ ഒരു പാകപ്പിഴയും തകിടം മറിഞ്ഞതായും തോന്നും. അതോടെ അയാൾക്ക് തലവേദന ഉണ്ടാകുവാനും തുടങ്ങും. അതോടെ അയാളുടെ നീക്കവും മന്ദഗതിയിലാകും. ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ അമേസിംഗ് ആയി തോന്നുന്നു. ഇനി ഫാന്റം തീഫ് എന്തായാലും രക്ഷപ്പെടുകയില്ല. വരൂ, നമുക്ക് ഫാന്റം തീഫിന്റെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇനി അവൻ നമ്മളിൽ നിന്ന് രക്ഷപ്പെടില്ല. എല്ലാവരും അവരവരുടെ പൊസിഷനിൽ നിൽക്കൂ. ആദി, നീ സോണി ഡിസ്റപ്റ്റർ ശരിയാക്കി വെക്ക്. ആലിയ, നീ ഹോളോഗ്രാഫ് ഡീകോയ് സെറ്റ് ചെയ്യ്. ശരി സർ. ഫാന്റം തീഫ് വീണ്ടും തന്റെ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് അകത്തേക്ക് കടക്കുവാൻ പരിശ്രമിക്കുന്നു. സർ, അവൻ വന്നിട്ടുണ്ട്. ഞാൻ സോണിക് ഡിസ്റപ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ സോണിക് ഡിസ്റപ്റ്റർ ശരിക്കും പ്രവർത്തനക്ഷമമാകുന്നില്ല. അയാൾ സൗണ്ട് പ്രൂഫ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു. ഓക്കെ, സാരമില്ല. ആലിയ, നീ ഹോളോഗ്രാഫിക് ഡീകോയ് ആക്ടിവേറ്റ് ചെയ്യ്. ഇവരെന്നെ കൺഫ്യൂസ് ആക്കുന്നല്ലോ. അതും ഫെയിലായി. ഇതിന് ഹോളോഗ്രാഫിനെയും ഡിറ്റക്ട് ചെയ്യുവാനുള്ള കഴിവുണ്ടോ? ഇത് ശരിക്കും അഡ്വാൻസ്ഡ് ആണ്. അവന്റെ കയ്യിൽ ഓരോ ഗാഡ്ജറ്റിന്റെയും കൗണ്ടർ സംവിധാനങ്ങളുണ്ട്. എനിക്ക് അവന്റെ നിഴൽ മാത്രമേ കാണുവാൻ സാധിക്കുന്നുള്ളൂ. നമുക്കെന്താ അയാളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്തത്? അയാൾ പുകമറ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ കൺഫ്യൂസ് ആക്കുന്നതിന്. ഈ ഫാന്റം തീഫ് നമ്മളെക്കാൾ 2 പടി മുന്നിലാണ്. സർ, ഇനി എന്ത് ചെയ്യും നമ്മൾ? അയാൾ ആവർത്തിച്ച് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഫാന്റം തീഫിന് ഡിറ്റക്റ്റീവ് ടീം തന്റെ പുറകെ ഉണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു. ഇപ്പോൾ അയാളും അയാളുടെ വെനംബബ് ആർമിയും ചേർന്ന് സിറ്റിയിൽ കെമിക്കൽ അറ്റാക്ക് നടത്തുകയാണ്. ടീം ഡിറ്റക്റ്റീവിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട്. എമർജൻസി സർവീസിനെ അറിയിക്കൂ. ഇത് കെമിക്കൽ അറ്റാക്കാണ്. ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസും തയ്യാറാക്കി നിർത്തൂ. സർ, ഈ കെമിക്കൽ വെനംബാണ് പരത്തിയിരിക്കുന്നത്. നമ്മുടെ അടുത്ത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യം നമുക്ക് വെനംബിലെ ആൾക്കാരെ പിടിക്കേണ്ടതുണ്ട്. ആദ്യം നിനക്ക് അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യുവാൻ സാധിക്കുമോ? ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യാം. ലോജിക്കൽ ആർമി, കാഷ്വാലിറ്റി വളരെ കൂടുതലാണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവരെ രക്ഷിക്കുവാനാകില്ല. ഡിറ്റക്റ്റീവ് ഐക്യു അഡ്മിഷൻ ടീമിൽ പോയിട്ട് ഞങ്ങളെ സഹായിക്കൂ. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും പലയിടങ്ങളിലായി വെനംബിലെ ആൾക്കാർ കെമിക്കൽ പരത്തുകയാണ്. അവരെയും പിടിക്കേണ്ടതുണ്ട്. അതിനും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഗെയിമിൽ പോയി മിഷനിൽ ഞങ്ങളെ സഹായിക്കൂ. മെഹുൽ സർ, ഞങ്ങൾ കുറച്ച് വെനംബിലെ ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ പിടിക്കാം. ആലിയ, നിങ്ങൾ ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്ക്. ഇവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ. ഈ കെമിക്കൽ വളരെ അപകടകാരിയാണ്. നിങ്ങളുടെ സഹായത്തോടെ ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ രക്ഷിക്കുവാൻ കഴിയും. ഈ ഹോസ്പിറ്റലിൽ നിന്ന് തീ പിടിച്ചതിന്റെ മണം വരുന്നു. പുക പരക്കുകയാണ്. ഓ നോ ആലിയ, ഇവിടെയും അവർ തീ പിടിപ്പിക്കുകയാണ്. ലോജിക്കൽ ആർമി, ഫാന്റം തീഫിന്റെ ആൾക്കാർ മുഴുവൻ സിറ്റിയെയും പാനിക്കാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യുവാനാകില്ല. ഡിറ്റക്റ്റീവ് ഐക്യുവിന്റെ മിഷൻ ടാബിൽ പോയിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയും പേഷ്യൻസിനെയും സഹായിക്ക്. ആദ്യ സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. വേഗം ഭൂൽഭുലയുടെ ലാബിലേക്ക് വരും. സയന്റിസ്റ്റിനെ നമ്മളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ലോജിക്കൽ ആർമിയും ഗെയിം കളിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂൽഭുല സയന്റിസ്റ്റ്, ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗാഡ്ജറ്റ് വേണം. ഫാന്റത്തെ പിടിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും. ഞാൻ പുതിയൊരു ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം തീർച്ചയായും ഉപയോഗപ്പെടും. ഇത് അഡ്വാൻസ്ഡ് കെമിക്കൽ ന്യൂട്രലൈസർ ആണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് കെമിക്കൽ അറ്റാക്കിനെ ന്യൂട്രലൈസ് ചെയ്യുവാനാകും.
ഇത് അഡ്വാൻസ്ഡ് ENP ഗണ്ണാണ്. ഫാൻറ്റം തീഫിന്റെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റിനെ വളരെ ദൂരത്ത് നിന്ന് പോലും ഇതിന് നിർവീര്യമാക്കുവാൻ സാധിക്കും. ഇത് മോഷൻ സെൻസർ ഡ്രോൺ ആണ്. ഇതിനെ നിങ്ങൾക്ക് സ്പെസിഫിക് ഏരിയയിലേക്ക് പറത്തിവിടാം. അത് ഓരോ മൂവ്മെന്റും ഡിറ്റക്ട് ചെയ്തു തരും. എനിക്ക് ഈ ഗാഡ്ജറ്റ് എല്ലാം അമേസിംഗ് ആയി തോന്നുന്നു. ഇനി ഫാൻറ്റം തീഫ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. സർ, നമുക്കിതുപയോഗിച്ച് ഫാൻറ്റം തീഫിനെ ട്രാപ്പിലാക്കാം. വരൂ, ഫാൻറ്റം തീഫിന്റെ അടുത്ത ലൊക്കേഷനിലേക്ക്. ഇനി അവൻ നമ്മളിൽ നിന്ന് രക്ഷപ്പെടില്ല. എല്ലാവരും പൊസിഷനിൽ നിൽക്ക്. അഡ്വാൻസ്ഡ് ENP ഗണ്ണും മോഷൻ സെൻസറും റെഡിയാണ് സർ. ഗെറ്റ് റെഡി ENP ഗൺ. ഫയർ. സർ, അയാൾ ENP അബ്സോർബ് ചെയ്തു. ഇതെങ്ങനെ സാധിച്ചു? അയാളുടെ ലൊക്കേഷൻ പോലും എവിടെയാണെന്ന് അറിയുവാൻ സാധിക്കുന്നില്ല. അയാളെ എങ്ങനെ അറ്റാക്ക് ചെയ്യാനാ? ആ സെൻസർ ഡ്രോണിനെ പ്രവർത്തിപ്പിക്കൂ. ആ ഗാഡ്ജറ്റും ഫെയിലായി. അവൻ എപ്പോഴും നമ്മളെക്കാൾ ഒരുപടി മുന്നിലാണ്. നൈസ് ട്രയൽ ഡിറ്റക്റ്റീവ്സ്. ബെറ്റർ ട്രൈ നെക്സ്റ്റ് ടൈം. ലോജിക്കൽ ആർമി, സിറ്റി ആകെ ഭയത്തിലാണ്. ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. മോഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഡിറ്റക്റ്റീവ് ടീമിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് IQ ഗെയിം ഡൗൺലോഡ് ചെയ്ത് മിഷൻ ടാബിൽ പോയി മിഷൻ സോൾവ് ചെയ്യുക. എന്നിട്ട് ഫാൻറ്റം തീഫിനെ പിടിക്കാൻ ഞങ്ങളെ സഹായിക്കൂ. താങ്ക് യു.